ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു ദിവസമാണ്. ദൈവിക നന്മയുടെ അനുഗ്രഹങ്ങളുടെ ഒക്കെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചന സന്ദേശങ്ങൾ, ഇതിലൂടെ കേൾക്കാൻ പോകുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ, ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. അത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. പക്ഷേ പ്രാരംഭമായിട്ട് ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ബാംഗ്ലൂരിൽ നിന്ന് എബി ജോർജ് വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ വീട് വിറ്റതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഈ എപ്പിസോഡ് സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയും തന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ. കുടുംബമായി കാനഡയിലേക്ക് പോകുവാനുള്ള വിസ എത്രയും പെട്ടെന്ന് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാര്യ, കുഞ്ഞമ്മ, അനിയത്തി ഇവരുടെ ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അങ്ങ് പകർന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ എരൂരിൽ നിന്ന് മേഘ കൃഷ്ണകുമാറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾ ഉത്തര കൃഷ്ണയ്ക്ക് കർത്താവെ KV അഡ്മിഷൻ ലഭിക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കർത്താവെ വെൽവിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവഹിതപ്രകാരം അവർ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഏപ്രിൽ 13 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ രാജധാനി ഓഡിറ്റോറിയം, കോട്ടക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് 2019 മെയ് 1 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. റവറൻ ജോൺസൺ വി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484 422 101. ഏപ്രിൽ 22-23 തീയതികളിൽ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ചിൽ വണ്ടർ കിഡ്സ് സമ്മർ സ്പ്ലാഷ് 2019 LKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആനന്ദത്തിന്റെ 2 ദിനങ്ങൾ. വർഷിപ്പ്, ഇന്ററാക്റ്റീവ് ബൈബിൾ ക്ലാസ്സസ്, വീഡിയോ ലെസൺസ് ആൻഡ് ഗെയിംസ്. കോൾ 0484 422 101. യൗവനക്കാരായ എല്ലാവർക്കുമായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ആയ യൂത്ത് അൺലിമിറ്റഡ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഏപ്രിൽ 20 ശനിയാഴ്ച രാവിലെ 9 മുതൽ 3:30 വരെ. നിങ്ങളുടെ യൗവനകാലം ഒരാഘോഷമാക്കൂ. ബ്രദർ ഡാമിയൻ ആന്റണിയും നെഹമായ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 8111996001. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. One thing, the basic thing, the fundamental thing that we have to understand is that the source is God. Everything is coming through Him, and everything is coming by Him, and everything is working together for Him. He is the source. He is everything. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിന്റെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സകലത്തിന്റെ ഉറവിടം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. സകലതും അവന് വേണ്ടിയും അവനായിട്ടും അവന് വേണ്ടിയാണ് സകലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാലോ. So we should be able to trust in such a big God. നമ്മൾ അങ്ങനെയുള്ള വലിയവനായ നല്ലവനായ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ പഠിക്കേണ്ടതാണ്. And when we start trusting Him like that, we will learn
to be silent even in problematic things. അങ്ങനെയുള്ള ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുവാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നമുക്ക് ശാന്തരായിരിക്കുവാൻ കഴിയുന്നതാണ്. Globally, a lot of people are trying to build their homes, try to build their families, try to build their houses, but they utterly fail because unless the Lord builds the house, the builders labor in vain. ഒത്തിരി ആളുകളും ലോകപരമായി നമ്മൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾ അവരുടെ വീട് പണിയുവാൻ, അവരുടെ ഭവനം ചമയ്ക്കുവാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ട് അവരൊത്തിരി കഷ്ടപ്പെട്ട് അതിൽ പരാജയപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുക. How many of you sitting here will lift your hands and say, Lord, you build my home, you build my family? എത്ര പേർ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയും, കർത്താവേ അങ്ങന്റെ വീട് പണിയണമേ, അങ്ങന്റെ ഭവനത്തെ പണിയണമേ? എത്ര പേർ പറയും, I am stopping everything, Lord, it is now your turn, you build it. കർത്താവേ ഞാൻ എൻ്റെ പണി നിർത്തുകയാണ്, ഇനി അങ്ങയുടെ സമയമാണ്, അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് എത്ര പേർ പറയും? Father, I talked and nothing happened. Sometimes the things got worse, but today I'm stopping, I'm zipping up my mouth, my lips. Now you talk, one word can do a miracle. കർത്താവേ ഞാൻ ഒത്തിരി സംസാരിച്ചു, ഒത്തിരി പറഞ്ഞു, പക്ഷെ ഒന്നും നടന്നില്ല. കർത്താവേ ഞാൻ ഇന്ന് പറയുന്നത് അവസാനിപ്പിക്കുകയാണ്, ഞാൻ ശാന്തമായിരിക്കുവാൻ തീരുമാനം എടുക്കുകയാണ്. കർത്താവേ അങ്ങ് സംസാരിക്കണമേ, അങ്ങ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരമാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവം ഞങ്ങളുടെ സന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് ശാന്തമായിരിക്കുകയാണ്. Verse number 2 says, in vain you rise early, stay up late. Many people do overtime work, they do this business, that business, side business, all kinds of things, but they still struggle to make both ends meet. So God is saying, in vain you rise up early, but when you sleep, God can just pour out everything on you. The trust factor, the faith factor that you have in your heart is the big thing. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നതും രാവിലെ എഴുന്നേൽക്കുക കഠിന പ്രയത്നം ചെയ്യുന്നതൊക്കെ വ്യർത്ഥമാകുന്നു. എന്നാൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമുക്ക് ആ പ്രവർത്തനത്തെ ദൈവം അത് സാധ്യമാക്കി തരുകയാണ്. ദൈവം നമുക്ക് ഉറക്കം നൽകാൻ പോവുകയാണ്. ദൈവം നമ്മുടെ പ്രവർത്തികളെ ദൈവം സാധ്യമാക്കി തരാൻ പോവുകയാണ്. Say hallelujah. ഹല്ലേലൂയ പറഞ്ഞാലും. One or two more things and I will start praying for you. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. James chapter 4 verse number 13 through 16. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. In Psalm 127 we saw that unless the Lord builds the house, the builders build in vain, work in vain. സങ്കീർത്തനം 127 നമ്മൾ കണ്ടത് യഹോവ പണിയാതിരുന്നാൽ, ദൈവം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നതായി നമ്മൾ കണ്ടു. But here in James chapter 4 verse number 13 through 16, the Bible says unless the Lord builds the business people do business in vain. എന്നാൽ യാക്കോബിന്റെ ലേഖനം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണുന്നത് ദൈവം ഇവിടെ പറയുകയാണ്, ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവര് ദൈവം പണിയുന്നില്ലെങ്കിൽ, അവരുടെ ബിസിനസ്സിനെ ദൈവം പണിയുന്നില്ലെങ്കിൽ അവരുടെ അധ്വാനം, അവരുടെ ബിസിനസ് അത് വൃഥായി പോകാൻ പോവുകയാണ്. Are you there? Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? മൊട്ടക്കച്ചവടമാണേലും കർത്താവ് അനുഗ്രഹിച്ചാലേ വിജയിക്കോളുന്നു. അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിച്ച്. ബിസിനസ് പീപ്പിൾ ഇന്നങ്ങ് കർത്താവിനോട് പറഞ്ഞോ, ലോർഡ് യു ബിൽഡ് മൈ ബിസിനസ് ആൻഡ് ഇറ്റ് വിൽ പ്രോസ്പർ. കർത്താവിനോട് പറഞ്ഞാലും, കർത്താവേ അങ്ങന്റെ ബിസിനസ്സിനെ പണിയണമേ, അങ്ങനെ എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. And James is showing us the attitude business people should have. Verse number 13. Now listen. You who say today or tomorrow we will go to this or that city, spend a year there, carry on business and make money. യാക്കോബിന്റെ 4:13 ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. Verse number 14. Why
You do not even know what will happen tomorrow. Watch your life. You are a mist that appears for a little while and then vanishes. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. Verse number 15, instead you ought to say, if it is the Lord's will, we will live and do this or that. 15ാമത്തെ വാക്യം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. So he is showing us the right attitude we should have. ഇത് അദ്ദേഹം കാണിക്കുന്നത് നമുക്കുണ്ടായിരിക്കേണ്ട ശരിയായ ഒരു മനോഭാവത്തെ പറ്റിയാണ്. If you are in a wrong attitude, all your calculations will go wrong. നിങ്ങൾ ഒരു തെറ്റായ ഒരു മനോഭാവത്തിലാണ്, കണക്കൂട്ടിലാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ കണക്കൂട്ടിലെല്ലാം അത് തെറ്റിപ്പോകാൻ പോവുകയാണ്. So today God wants to calibrate our hearts. God wants to fine tune our hearts to his will. എന്നാൽ ഇന്ന് ദൈവം തൻ്റെ ഹിതത്തിനനുസരിച്ച്, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവം അതിനെ ക്രമീകരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തെ ദൈവം രൂപപ്പെടുത്തുകയാണ്. Now listen to me. I just want to show you something very, very important. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. Suppose a baby is sleeping in a bed. 6 months old. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ആ കട്ടിൽ ഉറങ്ങുക എന്ന് വിചാരിക്കുക. And the daddy and mummy, they are standing there. അമ്മയും അപ്പനും അതിന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. The baby is just sleeping very sweetly. ആ കുഞ്ഞ് വളരെ നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. So sweet. നല്ല കുഞ്ഞാണ്. But that baby doesn't know anything what is happening outside. അവിടെ പുറത്ത് നടക്കുന്ന എന്തെന്ന് ആ കുഞ്ഞിന് അറിയത്തില്ല. What are the parents doing? അവിടെ അതിന്റെ മാതാപിതാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? The parents are really planning and preparing and working for the baby's future. ഈ കുഞ്ഞിന്റെ ഭാവിയെ പറ്റി ആ മാതാപിതാക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Dad and mom, they are thinking about the lactogen, the Cerelac, or the diapers, the dress, the travels, the LKG admission, the schooling, then sending to university, marrying the child, everything the parents are planning. The baby is sleeping. അപ്പനും അമ്മയും ആ കുഞ്ഞിന്റെ സെറിലാക്ക്, ലാക്ടജൻ, അതിന്റെ ഡയപ്പറിന്റെ കാര്യം, അതിന്റെ സ്കൂളിലെ അഡ്മിഷൻ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ കുഞ്ഞിന്റെ വരുന്ന എല്ലാ കാര്യങ്ങളും അപ്പനും അമ്മയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുഞ്ഞ് കട്ടിലിൽ സുഖമായി ഉറങ്ങുകയാണ്. God says, baby, you are my child. I am planning for you. I am providing for you. I am doing everything for you. Keep quiet, be still, know that I am your God. I will work, I will do marvelous things in your life and into your future. കർത്താവ് എന്ന് പറയുകയാണ്, കുഞ്ഞേ ശാന്തമായി നീ ഉറങ്ങിക്കൂ, ശാന്തമായി നിൽക്ക്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി വലുതും വിശാലവുമായ കാര്യം ഞാൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ചെയ്യാൻ പോവുകയാണ്. The Almighty God is your Father. സർവശക്തനായ ദൈവം നിന്റെ പിതാവാണ്. I say this often. One man of God said, to the world he is Almighty God, but to me he is my dad. ഒരു ദൈവദാസന് പ്രകാരം പറഞ്ഞത് ഞാൻ സാധാരണ പറയാറുണ്ട്, ലോകത്തിന് ദൈവം സർവശക്തനായ വലിയവനായ ദൈവമാണ്, എന്നാൽ എനിക്ക് ആ ദൈവം എൻ്റെ പിതാവാണ്. Hallelujah. Hallelujah. How many children of God sitting here? ഇവിടെ എത്ര ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്? Come what may, there is a God sitting in the throne of heaven, looking down at you, not angrily, but with full of compassion and love, providing and planning everything for your life. സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, ആ ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ദേഷ്യത്തോടുകൂടിയല്ല ദൈവം നോക്കുന്നത്, നിങ്ങളോട് വളരെ മനസ്സലവോടെ അനുകമ്പയോടെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊണ്ട് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടതെല്ലാം കരുതിക്കൊണ്ട് ആ ദൈവം സ്വർഗത്തിൽ ഇരുന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ കൈകൾ ഉയർത്തി ആമേൻ പറയും? And the final thing I want to share with you is this: as sparrows, young ones feel safe even though the nest sways in the wind.
ഒരു മീവൽ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ പറ്റിയാണ്. ആ കുഞ്ഞുങ്ങളുടെ കൂട് കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുമ്പോഴും അവർ സ്വസ്ഥമായിരിക്കുന്നതിനെ പറ്റിയാണ്. Hallelujah. ഹല്ലേലൂയ. Because the sparrow, the mother bird, the father bird, they are going round and round, checking, watching over the nest and the young ones. അതിൻ്റെ ആ മീവൽ പക്ഷിയുടെ മാതാപിതാക്കൾ അത് ചുറ്റും ഇങ്ങനെ കാറ്റാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെയും ആ കൂടിൻ്റെ സുരക്ഷിതത്തെ ഓർത്ത് അവരിങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And the final verses I want to give you is this: Psalm 84 verse number 3 and 4. Even the sparrow has found a home, and the swallow a nest for herself, where she may have her young, a place near your altar, Lord Almighty, my King and my Lord. Blessed are those who dwell in your house, they are ever praising you. സങ്കീർത്തനം 84:3-4 കുരികൾ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങൾ തന്നെ. 84:4 നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. God wants to give us all that kind of a blessed state. ദൈവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതുപോലൊരു അനുഗ്രഹികമായ ഒരു അവസ്ഥ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. So many things the Lord has downloaded into my heart, but languages are not sufficient, effective to express everything to you verbally. എൻ്റെ ഉള്ളിൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഷ എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് വാക്കുകളായി നിങ്ങളോട് പറയുന്നതിന് അതിന് പരിമിതി ഉണ്ടാക്കുകയാണ്. Shall we all stand? എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ. As we are standing, I can see a huge, marvelous, bright, radiant hand is coming down, touching every one of his children. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം, വലിയ കൈകൾ, വളരെ പ്രകാശിതമായ വലിയ കൈകൾ ഇന്ന് ഇവിടെ നിന്ന് വന്ന് ഓരോ മക്കളെയും ഇന്ന് തൊടുന്നത് ഞാൻ കാണുകയാണ്. Thank you, Jesus. Some of you said you have knee problems. Again, lift your hands. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് മുട്ടിന് പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തി പിടിച്ചാലും. And some of you have kidney problems. Lift your hands. കിഡ്നിയുടെ പ്രശ്നങ്ങളുള്ളവർ കൈകൾ ഉയർത്തി പിടിച്ചാലും. Liver problems, any kind of liver problems, lift your hands. ഏത് തരത്തിലുള്ള ലിവറിന്റെ പ്രശ്നമാണ്, കരൾ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലും കൈകൾ ഉയർത്തി പിടിച്ചാലും. And the Lord also shows me some kind of blocks in the blood vessels. It could be in the valve or in the blood vessels, anywhere in any part of your body. The Lord wants to heal it and fix it. രക്തത്തിലെ ബ്ലോക്കുകൾ ഉള്ളത് വാൽവിലാകാം, അല്ലെങ്കിൽ രക്തധമനികളിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കുകളുള്ള തടസ്സങ്ങളുള്ള ആളുകളെ കർത്താവ് കാണിക്കുകയാണ്. അങ്ങനെയുള്ളവരെ യേശു കർത്താവ് ഇന്ന് സൗഖ്യമാക്കുകയാണ്. Receiving healing from God is very easy. Just give your faith to Him. Receive His healing. That simple. ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിക്കുന്നത് വളരെ ലളിതമാണ്. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിന് കൊടുക്കുക, തൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാപിക്കുക. Hallelujah. Hallelujah. And the Lord tells me that some of the ladies standing here, girls and youths, some of the girls, ladies standing, you have ovarian problems. The Lord wants to heal you today. PCOD and something else. The Lord wants to heal you today. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, ചില പെൺകുട്ടികൾ, നിങ്ങൾക്ക് ഓവറിയിൽ പ്രശ്നമുള്ള ചില ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അണ്ഡാശയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ഇന്ന് കർത്താവ് നിങ്ങളെ കാണുന്നു. ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. Thank you, Jesus. We worship you, Lord. We worship you. We worship you. We worship you. We worship you. Thank you, Jesus. Thank you, Jesus. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ബ്രദർ, ഈ ആൻറ്റിയുടെ പേര് സിബി എന്നാണ്. ആൻറ്റി മൂവാറ്റുപുഴ ബ്ലെസ്സിങ് സെൻറ്ററിൽ തുടക്കം മുതൽ ആൻറ്റി വരുന്നുണ്ട്. ആൻറ്റി ചെയ്തത്, അന്ന് വരുന്ന സമയത്ത് ഒരു പ്രയർ ഡയറി വാങ്ങിച്ചിരുന്നു. ആദ്യമായി വന്ന സമയത്ത് പ്രയർ ഡയറി വാങ്ങിച്ചു. അത് വാങ്ങിച്ച് തൻ്റെ മകൾക്ക് അയച്ചു കൊടുത്തിരുന്നു. തൻ്റെ മകൾ വിജയവാഡയിലാണ് പഠിക്കുന്നത്, BSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മകൾ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് എഴുതിയാലും ജയിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം നടക്കുന്ന സമയത്ത് ആൻറ്റി വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു,
മകൾ നന്നായിട്ട് എഴുതിയ മതി മോളെ, നീ അത് പാസ്സായിക്കോളും, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല ആൻറ്റി അയച്ചു കൊടുത്ത പ്രയർ ഡയറിയിലെ ഒരു അത്ഭുതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി മകളോട് പറഞ്ഞിരുന്നു. മകൾ ദിവസവും അത് പ്രാർത്ഥിക്കുമായിരുന്നു. ആൻറ്റി പറഞ്ഞത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് റിസൾട്ട് വന്നപ്പോൾ മകൾക്ക് ഫസ്റ്റ് ക്ലാസ്സിന് 5 മാർക്കേ കുറവുള്ളൂ. അത്രയും ആൻറ്റിയെ ഉയർത്തി ആ മകള് വിജയത്തിലോട്ട് നയിക്കാൻ പ്രയർ ഡയറിക്ക് കഴിഞ്ഞു എന്നാണ് ആൻറ്റി പറയുന്നത്. മാത്രമല്ല ആൻറ്റി വേറൊരു സാക്ഷി കൂടി പറഞ്ഞു, തൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ 15 വർഷമായിട്ട് മിണ്ടില്ലായിരുന്നു, പരസ്പരം വഴക്കായിരുന്നു, മിണ്ടൊന്നും ചെയ്യില്ലായിരുന്നു. ഒരു കല്യാണത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ആൻറ്റി അവർക്ക് വേണ്ടി ഈ അത്ഭുതത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ടാണ് ആൻറ്റി പോയത്. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം അവിടെ ചെല്ലുമ്പോൾ നടക്കണമേ എന്ന് പ്രയർ ഡയറിൽ പ്രാർത്ഥിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ ആൻറ്റി കാണുന്നത് അവർ ആ വിവാഹത്തിൻ്റെ സമയത്ത് ഇവർ പരസ്പരം 15 വർഷം മിണ്ടാതെ നടന്നിരുന്ന സഹോദരന്മാർ അവിടെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, പെരുമാറുന്നതാണ് ആൻറ്റി കണ്ടത്. ആൻറ്റി പറഞ്ഞത് ഈ പ്രയർ ഡയറിലെ ഈ അത്ഭുതത്തിനുള്ള സാക്ഷ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ 2 അത്ഭുതങ്ങളും നടന്നതെന്നാണ് ആൻറ്റി പറയുന്നത്. 15 വർഷമായിട്ട് നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രാർത്ഥനാ ഡയറി ഉണ്ട്? നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ഡയറി, ഇപ്പോൾ രാമിന് എഴുതിയ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്ന പുസ്തകം കയ്യിലുള്ള എത്ര പേരുണ്ട്? ഇപ്പോൾ അല്ല, നിങ്ങളുടെ കയ്യിൽ വാങ്ങിയിട്ടുള്ളവർ നിങ്ങൾ നിശ്ചയമായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങളുടെ കൊച്ചുമക്കൾ തുടങ്ങി നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങൾ ആ പുസ്തകങ്ങൾ വാങ്ങി അത് പ്രാർത്ഥിക്കാൻ അവരെ പരിശീലിപ്പിക്കുക. പ്രാർത്ഥന ഒരു ജീവിതത്തിൻ്റെ ശീലമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവർ പ്രാപിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും മക്കൾ ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കാശുള്ളവരാണെങ്കിൽ അപ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കും, ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ വാങ്ങാമെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് മക്കളോട് പ്രാർത്ഥിക്കാൻ പറയും. അവരെന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോൾ അവർക്ക് ഇന്ന അഡ്മിഷൻ വേണം, ഇന്നൊരു കാര്യം വേണം, ഇന്ന വാഹനം വേണം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം വേണമെന്ന് പറയുമ്പോൾ ഉടനെ വാങ്ങിക്കൊടുക്കാതെ അവരോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുക. കർത്താവിലുള്ള ആ ഒരു വിശ്വാസം അവരിൽ വളർത്തിയെടുക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യും. ഒരു നിമിഷം ഒന്ന് സഹോദരിയുടെ നേരെ ഒന്ന് കൈകൾ നീട്ടിക്കൊണ്ടെന്ന് പ്രാർത്ഥിച്ചാലും, കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും ഉയർന്ന വിജയം ഇനിയും കർത്താവ് നൽകണമേ, സകലത്തിലും ദൈവം കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി നന്ദി, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷേഴ്സിനോടും ഒക്കെയാണ്. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. വി ക്യാൻ വർക്ക് ടുഗദർ, വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ്. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ, നന്മകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത തെറ്റിലേക്ക് കടന്നുപോയി, എന്നാൽ ഇത് വളരെയധികം കുറ്റബോധമുണ്ട്, അത്തരമൊരു തെറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിൻ്റെ സ്നേഹത്താൽ ദൈവം നിങ്ങളെ മറച്ചു പിടിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, ദൈവത്തിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരിക, ദൈവാലയത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉദ്യമിപ്പിക്കുകയാണ് ഇപ്പോൾ. കർത്താവെ, ഇപ്പോൾ അത്തരത്തിലുള്ള ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ദൈവമേ നീ കൊടുത്തതിനായി നന്ദി പറയുന്നു. രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായ വിധത്തിൽ, അതിശയകരമായ വിധത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായ്ക്കകത്ത് എപ്പോഴും പൊട്ടുന്ന പുണ്ണുപോലുള്ള അസുഖമുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇതുവരെ ഹാപ്പി ഹോംസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരോട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററിലോ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.
ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഏപ്രിൽ 13 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ രാജധാനി ഓഡിറ്റോറിയം, കോട്ടക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് 2019 മെയ് 1 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. റവറൻ ജോൺസൺ വി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484 422 101. ഏപ്രിൽ 22-23 തീയതികളിൽ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ചിൽ വണ്ടർ കിഡ്സ് സമ്മർ സ്പ്ലാഷ് 2019 LKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആനന്ദത്തിന്റെ 2 ദിനങ്ങൾ. വർഷിപ്പ്, ഇന്ററാക്റ്റീവ് ബൈബിൾ ക്ലാസ്സസ്, വീഡിയോ ലെസൺസ് ആൻഡ് ഗെയിംസ്. കോൾ 0484 422 101. യൗവനക്കാരായ എല്ലാവർക്കുമായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ആയ യൂത്ത് അൺലിമിറ്റഡ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഏപ്രിൽ 20 ശനിയാഴ്ച രാവിലെ 9 മുതൽ 3:30 വരെ. നിങ്ങളുടെ യൗവനകാലം ഒരാഘോഷമാക്കൂ. ബ്രദർ ഡാമിയൻ ആന്റണിയും നെഹമായ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 8111999601. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ.